ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ബ്രാമാക് ആൻഡ് ദിസ് ഇസ് GS. ഈ ആഴ്ച കുറച്ച് ബിസിയുള്ള ആഴ്ചയായിരുന്നു. ഇച്ചിരി തിരക്കുള്ള ആഴ്ചയായിരുന്നു. വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും ഇതായിപ്പോയി. നാളെ കഴിഞ്ഞ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാനും മക്കളും കൂടി അൽബേനിയ എന്ന് പറഞ്ഞൊരു രാജ്യത്തേക്ക് ട്രിപ്പ് കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ആഴ്ച നമുക്ക് കാറിന്റെ ഒരു പരിപാടി ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഈ ആഴ്ച ഫുള്ള് ഞാൻ ലീവ് എടുത്തു. നാളെ പോവും. അപ്പോൾ അതാണ്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. നമുക്കിപ്പോൾ ഈ ആഴ്ച വണ്ടി എടുക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. നമ്മുടെ BM സന്തോഷകരമായിട്ട് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു. വണ്ടി ഇങ്ങനെ പോയി. എന്നാലാണല്ലോ നമുക്ക് കീപ്പ് ഓൺ അടുത്തടുത്ത്. അപ്പം ആ വണ്ടിയിൽ ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾ ഓൾറെഡി അതിലൊരു 3 വീഡിയോ ചെയ്തു. ഇനിയിപ്പോൾ എക്സോസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ അത് നമ്മളൊരാൾക്ക് പാസ് ചെയ്തു വണ്ടി. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് വണ്ടി നോക്കാനുള്ള പരിപാടിയാണ്. ഏത് വണ്ടി വേണം എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി നോക്കിയെടുത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എടുക്കാനുള്ളൊരു പരിമിതി ഉണ്ട്. നമ്മളിപ്പോൾ മസ്താങ് വേണമെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള നമുക്ക് പറ്റിയ വണ്ടികൾ കുറവായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നോക്കാം, ഇതിലിപ്പോൾ വന്ന് കിടക്കുന്ന വണ്ടികൾ ഏതാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സ് അങ്ങനെയാണ്. അപ്പൊ അതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കുറെ രണ്ട് തവണയായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കോപ്പാർട്ടിൽ നിന്നാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. കോപ്പാർട്ടിന് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ അത് എങ്ങനെയാണെന്ന് നിങ്ങളെ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കോപ്പാർട്ടിൽ ഞാൻ ആരാന്ന് പോലും അവർക്കൊന്നും അറിയണ്ടാവില്ല. ഇത് കാണിക്കാവോന്ന് എനിക്കറിയില്ല, എന്നാലും കാണിച്ചു തരാം. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇതിന്റെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഈ വണ്ടികൾ ഇപ്പൊ തന്നെ ഞാൻ 3 വണ്ടികളോളം എടുത്തല്ലോ. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്, എവിടുന്നാണ് വണ്ടി എടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അത് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ അത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഞാനൊരു വണ്ടി കോപ്പാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓൺലൈൻ ഓപ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, ബാ. എല്ലാവർക്കും കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കോപ്പാർട്ടിന്റെ സൈറ്റ്. രാവിലത്തെ ഓടിച്ച് കഴിച്ചില്ല, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡാഷ്ബോർഡ് ഇങ്ങനെ ഇരിക്കും. നമുക്ക് ചുമ്മാ നമ്മൾ ബിഡ് ചെയ്തിട്ടുള്ള വണ്ടികളുടെയും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനൊക്കെ ആയിട്ട് ഇത് ടുഡേയ്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് UK പല പല സ്ഥലങ്ങൾ കണ്ടോ. ബെൽഫാസ്റ്റ്, ഗ്ലോസ്റ്റർ, സാൻഡ്വിച്ച്, വെസ്റ്റ്ബറി, ഇത്രയും സ്ഥലങ്ങളിലാണ് ഇന്ന് ഓപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ചുമ്മാ നമ്മൾ ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ അയർലൻഡ് ആണ്. UK എന്ന് പറഞ്ഞു കഴിഞ്ഞാലും UK ഒരു ഭാഗം തന്നെയാണ് നോർത്തേൺ അയർലൻഡ്. അയർലൻഡിന്റെ മുകളിലായിട്ട് വരും. അവിടെയുള്ള സ്ഥലമാണ് ബെൽഫാസ്റ്റ്. ഞാൻ സാധാരണ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോസ്റ്റർ, സാൻഡ്വിച്ച്, വെസ്റ്റ്ബറി ഇതുവരെ എടുത്തിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് വണ്ടി ഔഡി എടുത്തത് സാൻഡ്വിച്ചിൽ നിന്നായിരുന്നു. ഏത് ഔഡി S3 എടുത്തത്. BM എടുത്തത് റോച്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു. അത് ഇന്നത്തെ ഓപ്ഷനിൽ ഇല്ല. ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു ഇത് കാണിച്ചത്. ഇപ്പൊ ഗ്ലോസ്റ്ററിൽ നമ്മൾ ജോയിൻ ഓപ്ഷൻ, അത് ലെയിൻ A, ലെയിൻ B, ലെയിൻ C, അതായത് ഒരു കോപ്പാർട്ടിന്റെ സൈറ്റിൽ തന്നെ പല പല സെക്ഷൻ ആയിട്ടാണ്. സെക്ഷൻ അല്ല, ഒരു വലിയ ഏരിയ ആയിരിക്കും. ഏരിയയിൽ ഒരു ഭാഗം A, ഒരു ഭാഗം B, ഒരു ഭാഗം C, അങ്ങനെ ആയിരിക്കും. അത് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ബിഡിങ് ഇവിടുത്തെ ഗ്ലോസ്റ്ററിൽ ബിഡിങ് അരമണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിലുള്ള വണ്ടികളാണ്. അതിൽ 104 വണ്ടികൾ കിടപ്പുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അതിൽ കിടക്കുന്ന വണ്ടികൾ. ക്യാപ്ചർ, ലെക്സസ് കണ്ടോ, റേഞ്ച് റോവർ 2017 മോഡല്. അതെടുത്ത് നോക്കിയാൽ ഇവിടുത്തെ നെറ്റ് ഇച്ചിരി ഷോവാണ്. നമ്മുടെ വീടിൻ്റെ ഈ ഏരിയയിൽ വൈഫൈ അല്ലേ. ഇതിപ്പോൾ ഇതിൽ ഇത് എൻ്റെ വർക്ക് ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ സിം ഉണ്ട്. അപ്പോൾ എവിടെ പോയാലും നമുക്ക് അതിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാനൊന്നും പാടില്ല. നിങ്ങളായതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ ആരോടും പറയില്ലല്ലോ. നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് കയറി ഓപ്ഷൻ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പാടില്ല. NHS ആണ്. NHS എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലെ അതാണ്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ IT ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളും. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി, നൈസ് കളറ്, ആഹാ, മറ്റേ
അപ്പോൾ അതെ 2017 ലാൻഡ് റോവർ ആണ്. ലാൻഡ് റോവറിന്റെ അടിയിൽ വരുന്ന റേഞ്ച് റോവർ ഇവോക്ക് ആണിത്, 2 ലിറ്റർ. അപ്പോൾ ഇത് എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. 47,000 മൈൽ ഓടിയിട്ടുണ്ട്. വണ്ടി റൺ ആൻഡ് ഡ്രൈവ് ആണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ കാറ്റഗറി N വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതാക്കി കാണിച്ചറിയും. ഇത്ര പറ്റുള്ളൂ. എന്തായാലും ഇതിലിപ്പോൾ ഇത് നോക്കിയിട്ട് പ്രശ്നം കിടക്കുന്ന എവിടെ നിന്നുണ്ടോ? ഇതാ, ഇതിലും നമ്മുടെ BM-ന്റെ പോലെ തന്നെ ലെഫ്റ്റിലെ ബാക്ക് ഡോറിനാണ് ചളക്കം വന്നേക്കുന്നതല്ലോ. ചളക്കം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എന്തോ വന്ന് ഇടിച്ച് നമ്മുടെ ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡ് ടയറിന്റെ അങ്ങോട്ട് ഇടിച്ചിട്ട് ടയർ ഇങ്ങനെ മാറിയിട്ടുണ്ട്. അതിന്റെ വ്യൂ ഉണ്ടോ നോക്കട്ടെ. അപ്പം വേറെ ഒരു പ്രശ്നമില്ല, എഞ്ചിൻ സൈഡ് ഒരു പ്രശ്നമില്ല. റൺ ആൻഡ് ഡ്രൈവ് ആണ്, അതായത് വണ്ടി ഓടും. അതായത് കോപ്പാട്ടിൽ ഈ വണ്ടി ഓപ്ഷന് വന്നവര് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഓടുന്നുണ്ട്. അതാണ് റൺ ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതാണ് വണ്ടിക്ക് വേറെ ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ബാക്ക് സൈഡില് ലെഫ്റ്റ് സൈഡ് ഡോറും ഈ ടയർ ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. അതായത് അതിന്റെ വല്ല മൗണ്ടോ അതിന്റെ അടിയിലത്തെ എന്തെങ്കിലും വളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് മാത്രം മാറിക്കഴിഞ്ഞാൽ ഈ 2017 ലാൻഡ് റോവർ നമുക്ക് സ്വന്തമാക്കി. ഇതിനിപ്പോ കറണ്ട് ബിഡ് 2,150 പൗണ്ടിന് ബിഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നും കിട്ടില്ല എന്തായാലും. 171 പാർട്ടിസിപ്പൻസ് ഇപ്പോൾ ഓൾറെഡി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 171 പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നമ്പർ. അത് ബിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അലാറമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇരിപ്പുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഒരു ലേലം വിളി എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ. ലേലം വിളിയുടെ സമയമാകുമ്പോഴത്തേക്ക് ഇതൊരു 5,000 സംതിങ് പാർട്ടിസിപ്പൻസ് എങ്കിലും ആവും. ആ സമയത്ത് കയറി നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ ഇപ്പൊ ഞാനത് സ്റ്റാർ ചെയ്ത് എന്റെ പൊന്ന് ചേട്ടാന്ന് വേണ്ടി അപ്പൊ സ്റ്റാർ ചെയ്ത് വെക്കാം. നമുക്ക് സ്റ്റാർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും മ്യൂസിക് ഓഫ് ചെയ്യുക. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നോട്ടിഫൈ ചെയ്യും, നെക്സ്റ്റ് വണ്ടി നിങ്ങളുടെ ഇതില് നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ നമുക്ക് ഓരോന്ന് സ്റ്റാർ ചെയ്ത് വെക്കാം. ഇതിപ്പോ ഇന്നത്തെ ഓപ്ഷൻ ആകുമ്പോൾ നമ്മളിങ്ങനെ എടിപിടിന്ന് എടുത്തത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇന്നിപ്പോ ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം നോക്കി സെർച്ച് ചെയ്ത് നോക്കാനൊന്നും സമയമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷൻ കലണ്ടറിൽ പോയാൽ ഏതൊക്കെ ദിവസം ഇതിപ്പോ ഇന്ന് ട്യൂസ്ഡേ അല്ലേ, ട്യൂസ്ഡേ ആകുമ്പോഴേ ഈ 4 സ്ഥലങ്ങളിലാണ് ഉള്ളത്. വെനസ്ഡേ, തേഴ്സ്ഡേ, അങ്ങനെ നമുക്ക് ഒരു എന്തുണ്ട് ഒരു 2 ആഴ്ചത്തേക്കുള്ള 2 എത്രയുണ്ട് 19-ാം തീയതി വരെയുള്ള ഡേറ്റ്സിൽ ഉള്ള ഓപ്ഷൻ സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 19-ാം തീയതി പിടിക്കണ്ട, നമുക്കൊരു 10-ാം തീയതി പിടിക്കാം. 10-ാം തീയതി റോച്ച്ഫോർഡ് നോക്കിയാൽ ഉണ്ടോ, ഇതിനകത്ത് കിടക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. 2019 നിഷാൻ കാഷ്കയൊക്കെ ഉണ്ട്. 2024 ബെൻസ് CLA മോഡല് 200 AMG വെർഷനാണ്. വെറും 8,202 മൈൽ ഓടിയിട്ടുള്ളൂ. കണ്ടോ, അതിന്റെ റീറ്റെയിൽ വാല്യൂ ഇത്രയാണ് വരുന്നത്. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആ വണ്ടി മേടിക്കാം. ബൈ ഇറ്റ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ചെയ്യേണ്ട, നമ്മൾ ലേലമൊന്നും വിളിക്കണ്ട. ചില വണ്ടികൾക്കുള്ളത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി 17,300 പൗണ്ടിന് മേടിക്കാം. ഇത് 2024 മോഡല് ബെൻസ് CLA 200 AMG വെർഷന് 19-20 ലക്ഷം രൂപയ്ക്ക് കിട്ടും. പക്ഷെ അതിൽ വേറൊരു ക്യാച്ച് ഉണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങളത് കണ്ടോന്നറിയില്ല. വാട്ടർ ഓർ ഫ്ലഡ് ഡാമേജ്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി ഒരു ഫ്ലഡ് ഡാമേജ്ഡ് വണ്ടിയാണ്. അതായത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളം കയറുകയോ അല്ലെങ്കിൽ ഈ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ചിലപ്പോൾ വെള്ളത്തിൽ ഇറക്കുകയോ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. വാട്ടർ ആൻഡ് ഫ്ലഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ കയറി നോക്കാം, അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർ പറയില്ല. വാട്ടർ ആൻഡ് ഫ്ലഡ് ഡാമേജ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എടുത്തു നോക്കുമ്പം വണ്ടിയുടെ സ്റ്റാറ്റസ് റൺ ആൻഡ് ഡ്രൈവ് ആണെന്ന് നോക്കാം. ഉണ്ടോ, റൺ കണ്ടീഷൻ ഡസ് നോട്ട് റൺ. അതായത് ഈ വണ്ടി ഇവരുടെ കയ്യിൽ കിട്ടിയിട്ട് ഇവർ വണ്ടി എന്ത് ചെയ്താലും അവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അവർ റൺ ആൻഡ് ഡ്രൈവ് കൊടുക്കുന്നത്. ഇതിൽ അവർ എഴുതിയിരിക്കുന്നത് ഡസ് നോട്ട് റൺ. നമ്മൾ അടിയിൽ പോയി കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫോ ഉണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ കീലെസ് എൻട്രി, സ്റ്റാർട്ട്, സൺറൂഫ് കണ്ടോ, വേറെ ഒന്നും അവർ കൊടുത്തിട്ടില്ല. അതിനകത്ത് എന്തൊക്കെയുണ്ട്, ക്രൂസ് കൺട്രോൾ, ബ്ലൂടൂത്ത് ഫോണ്, ടയർ, എൻജിൻ,
ഇതിന്റെ ഏറ്റവും അടി പോകുമ്പോഴേ എൻജിൻ ഫ്ലഡ് ഡാമേജ്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയുടെ ബെൻസിന്റെ എൻജിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അവർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും, എന്തായാലും കോപ്പാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അതായത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ എൻജിന്റെ പിസ്റ്റനകത്ത് ഇതിപ്പോ ഏതാണ്, ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്. അപ്പോൾ പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ എന്ന് പറയുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണോ കംപ്രസീവ് ആണോ? കംപ്രസീവ് ആണ്. അതായത് പെട്രോള് നമ്മുടെ പിസ്റ്റൺ ഇതിപ്പോ നമ്മുടെ പിസ്റ്റനാന്ന് വിചാരിക്കുക. പിസ്റ്റൺ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എഞ്ചിനകത്ത് ഇപ്പൊ നമ്മൾ V6 എന്നൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 6 സിലിണ്ടർ ഇതുണ്ടാവും. ഇപ്പൊ ഇതൊരു സിലിണ്ടറാന്ന് വിചാരിക്കുക. ഈ സിലിണ്ടറിൽ ഇത്രയും പെട്രോൾ ആണെന്ന് വിചാരിക്കുക. ഈ പെട്രോള് കംപ്രസ് ചെയ്ത് ഞെക്കി പിടിച്ചിട്ട് നമ്മുടെ ഈ ഇതിന്റെ മേളിൽ നിന്നാണ് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ, അതായത് സ്പാർക്ക് കൊടുക്കുന്നത്. സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് വന്നിട്ട് ഈ പെട്രോള് കത്തിച്ചിട്ട് ആണ് നമ്മുടെ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിലെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളില് ഒന്നില്ലെങ്കിൽ വെള്ളം, അതായത് എഞ്ചിൻ വെള്ളത്തിൽ മുങ്ങിറങ്ങുമ്പോഴത്തേക്കും വെള്ളം ഇതിലിറങ്ങുന്നു. വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും പെട്രോള് കംപ്രസ് ചെയ്ത് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ കത്തി അങ്ങ് പോകും. വെള്ളം കത്തൂലല്ലോ ഒബ്വിയസ്ലി. വെള്ളം കംപ്രസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും കംപ്രഷൻ റേഷ്യോ കുറവായിരിക്കും. അതായത് പെട്രോൾ കംപ്രസ് ചെയ്ത് വെക്കുന്ന പോലെ പിസ്റ്റണ് വെള്ളവും ഇതും കൂടെ മിക്സ്ചർ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കൂടെ ഈ ഫ്യൂവല് കത്താത്ത നമ്മുടെ വെള്ളത്തിൽ സ്പാർക്ക് പ്ലഗിൽ ഇത് വരുമ്പോഴത്തേക്കും കത്തുന്ന പെട്രോളും കത്താത്ത വെള്ളവും എല്ലാം കൂടെ വരുന്നിട്ട് ഭയങ്കര ഇതെല്ലാം ഒരു സയൻസ്, അതായത് എല്ലാം ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഇന്ന റേഷ്യോയിലാണല്ലോ പോകുന്നത്. അത് തെറ്റിക്കഴിയുമ്പോഴത്തേക്ക് എന്താ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റന്റെ റോഡ് ഉണ്ടാവും. ആ റോഡ് ഒന്നില്ലെങ്കിൽ വളഞ്ഞു പോവോ, അല്ലെങ്കിൽ പിസ്റ്റനകം കത്തിപ്പോവോ, മേളിലത്തെ റിങ് പൊട്ടിപ്പോവോ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വാൽവ് പൊട്ടിപ്പോവുക, വാൽവ് കത്തിപ്പോവുക, അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പുത്തൻ വണ്ടി ഏതുണ്ട്, 2024, 1 വർഷം ആയിട്ടേ ഉള്ളൂ. അത് 8,000 മൈൽ ഓടിയിട്ടുള്ളൂ. 8,000 എന്ന് പറയുമ്പോൾ ഒരു 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എഞ്ചിൻ പണി ആണ്, കാറ്റഗറി എന്നും കൂടെയാണ്. അപ്പോ എടുക്കുവാണെങ്കിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പുത്തൻ വണ്ടി, വേറെ ഒരു കുഴപ്പമില്ല. ഇലക്ട്രോണിക്സ് നമുക്ക് നോക്കേണ്ടി വരും, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങി കിടന്ന കാരണം ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. എല്ലാ സെൻസറും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇന്റേണലി എന്തെങ്കിലും ഇതുണ്ടാവും. എയർ ഫിൽറ്ററിന്റെ ഭാഗമാണ്. എയർ ഫിൽറ്ററിന്റെ അതിനകത്തൊക്കെ വെള്ളം കയറിട്ടതായിട്ട് കാണിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററിനകത്ത് വെള്ളം കയറിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നാണല്ലോ മറ്റേ എയർ സക്ക് ചെയ്യുന്നത്. അതായത് അതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. കണ്ടിപ്പോ എന്തായാലും ഉറപ്പായിട്ടും എഞ്ചിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗും പരിപാടികളും എല്ലാത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. ഇതുപോലെ കോപ്പാട്ട് മാത്രമല്ല, വേറെ ഒരുപാട് ഓപ്ഷൻ സൈറ്റുകളുണ്ട്. ഇതിലിങ്ങനെ കയറുക, നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ ഇങ്ങനെ നോക്കുക. ഇതിപ്പോ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ പണി ചെയ്യാനൊന്നും അറിയില്ല. അത് എഞ്ചിൻ അഴിച്ച് പരിപാടിയൊക്കെ ചെയ്ത് വെള്ളമൊക്കെ മാറ്റി പുതിയ വാൽവ് എടുത്ത് അതിലും നല്ലത് പുതിയൊരു എഞ്ചിൻ മേടിച്ച് വെക്കേണ്ടി വരും. അത് മാത്രമല്ല, ഈ വണ്ടി മേടിക്കുന്നത് നമ്മൾ 17.5 ലക്ഷം 18 ലക്ഷം 19 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് നമ്മളിനി എഞ്ചിൻ ഫുള്ള് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ എഞ്ചിനാണല്ലോ വണ്ടിയുടെ എല്ലാം. എഞ്ചിൻ അത്ര തന്നെ പൈസ വേണ്ടി വരും. അത്രയെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 6,000 7,000. അത് 2024 ബെൻസിന്റെ എഞ്ചിൻ കിട്ടുമെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കി എടുക്കലാണ് നമ്മുടെ പരിപാടി. ഇങ്ങനെയാണ് ഈ സൈറ്റിൽ നിന്നാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. പിന്നെ ഉള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി കണ്ട് മേടിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അതങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പാട്ടിൽ നിന്ന് അത്രയേറെ വണ്ടികളൊക്കെ മേടിച്ച് അവർക്കൊരു വിശ്വസ്തത നമ്മളിൽ വന്നു കഴിഞ്ഞാലാണ് മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി വണ്ടി കാണാം. അല്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓൺലൈനാണ്. ഈ തരുന്ന ഇത്രയും പിക്ചേഴ്സ് നോക്കി അവര് അതായത് ഫ്രണ്ട് ബാക്ക് എക്സ്റ്റീരിയർ ഇന്റീരിയർ അത്യാവശ്യം എഞ്ചിൻ ബോണറ്റ് തുറക്കാൻ പറ്റുന്ന ഇതൊക്കെ ആണെങ്കിൽ അതെല്ലാം കാണിച്ച് അത്യാവശ്യമുള്ള ഫോട്ടോസ് മാത്രം അവർ ഇട്ട് തരും. പിന്നെ എല്ലാം ഈ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഓടുന്ന വണ്ടിയാണോ, എന്താണ് പ്രശ്നം. അപ്പോൾ അഡീഷണൽ ഇൻഫോ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എഞ്ചിൻ ഫ്ലഡ് ഡാമേജ്ഡ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എഞ്ചിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻഫർമേഷൻ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഗസ് വർക്കിൽ കൂടിയിട്ട് നമ്മൾ ഓപ്ഷൻ ചെയ്യുവാണ്.
ഓപ്ഷൻ ചെയ്ത് വണ്ടി വന്നു കഴിയുമ്പോഴുള്ള ബാക്കി എല്ലാ റിസ്ക്കും നമ്മൾ തന്നെ. ഇത് പിന്നെ വേറൊരു പ്രശ്നം ഇതിൻ്റെ സൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ക്യാഷ് പേയ്മെൻ്റ് ആണ്. നമുക്ക് ലോണൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഈ എമൗണ്ട് അടയ്ക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ബൈറ്റ് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈസ 17,300 പൗണ്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ കാർഡിൽ നിന്നോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം കേട്ടോ. ക്രെഡിറ്റ് കാർഡിൽ നിന്നോ ഒക്കെ യൂസ് ചെയ്ത് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ, എനിക്ക് തോന്നുന്നത് ഒരാഴ്ചക്കുള്ളിൽ വരും. ഇതിപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മാക്സിമം ബിഡ് ഇപ്പം 17,300 അല്ലേ, 17,300 പോസ്റ്റ് ഡെലിവറിയും കൂടെ നോക്കുവാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ 17,300 എന്ന് പറയുന്നത് അവരുടെ പൈസയാണ്. അതിനകത്ത് മറ്റേ ടാക്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇന്റേണൽ ബിഡ് ഫീ ഉണ്ട്, ബയ്യർ ഫീ തന്നെ ഉണ്ട് 1,124. നമ്മൾ ഇതിൽ കയറിയിട്ട് ചെയ്യുന്നതിൻ്റെ അവരുടെ ഒരു ഫീസ് എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും 18,954. പിന്നെ ഡെലിവറി കോട്ട് എത്രയാണ്? 95 പൗണ്ടേ ഉള്ളൂ. കാരണം റോച്ച്ഫോർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് 17,300 പറഞ്ഞെങ്കിലും എത്രയായി? 300, 600, 1,600 പൗണ്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇത് കണ്ട എല്ലാം ബിഡ് ഫീ, അവരുടെ വാറ്റും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇപ്പം നമുക്ക് മേടിക്കാം. റൊക്കം കാശിന് നമുക്ക് വണ്ടി മേടിക്കാം. ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മുടെ സ്വന്തം. ഒരാഴ്ചക്കുള്ളിൽ ഇവന്മാർ നമ്മുടെ വീടിന് വെളിയിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ട് തരും. അതിനാണ് നമ്മുടെ ഡെലിവറി കോട്ട് 95 പൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ല വണ്ടി മേടിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ട്രോളി എന്നാണ് പറയാം, എന്തായാലും പറയാം, നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന സാധനങ്ങളില്ലേ, അത് അങ്ങനത്തെ വണ്ടി ഉണ്ടെങ്കിൽ ട്രോളി എന്നല്ലാതെന്ന് പറയുന്നത് ട്രെയിലർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വണ്ടി അത് കയറ്റി കൊണ്ടുവരാം. ഇപ്പോൾ ഓടുന്ന വണ്ടികളാണെങ്കിൽ പോലും നമുക്ക് അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക്, കാരണം നമ്മുടെ പേരിലേക്ക് ആയിട്ടില്ല, നമുക്ക് സെല് ചെയ്തിട്ടുള്ളൂ, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പേരിലേക്ക് ആക്കാൻ. എന്നാൽ കൂടിയും അവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല. കാരണം എല്ലാം ക്രാഷ് ഡാമേജ് വണ്ടികളാണ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞ പോലെ MOT ചെക്ക്, ഇവിടുത്തെ ഒരു സംഭവമാണ് MOT ചെക്ക് ചെയ്യണം, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് റോഡ് ലീഗലാവുള്ളൂ. ആ വണ്ടിയായിട്ട് ഇവിടുന്ന് ഓപ്ഷൻ എടുത്ത വണ്ടി നമ്മൾ നേരെ എടുത്ത് ഇറങ്ങി വല്ല പോലീസും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസും പോകും, നമ്മൾ ജയിലിലും ആവും, ഒടുക്കത്തെ ഫൈനും വരും. അതുകൊണ്ട് അവർ അത് സമ്മതിക്കത്തില്ല. അതാണ് ബെസ്റ്റ്. അവർ അതുകൊണ്ടൊന്ന് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്ന് നമുക്ക് ഡെലിവറി ചെയ്ത് തരും. ഡെലിവറി ചെയ്ത് അവിടെ നിന്ന് പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ പണിയൊക്കെ ചെയ്ത് MOT ചെക്കൊക്കെ ചെയ്ത് റോഡ് ലീഗലാക്കി വണ്ടി ഇറക്കുക. അങ്ങനെയാണ് നമ്മൾ വണ്ടികളെല്ലാം സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നാണ്. ഇപ്പം യു കെയിലുണ്ട്, ദുബായ് ഉണ്ട്, ഏത് യൂറോപ്യൻ രാജ്യത്തും ഉണ്ട്, നാട്ടിൽ ഇല്ല. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഈവൻ ദുബായ് ഉണ്ട്, അമേരിക്ക ഉണ്ട്, ഇതെല്ലാം അവിടെ ഉള്ള എല്ലായിടത്തും ഈ സെയിം സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട്, ഇപ്പം നമുക്കിപ്പോൾ 2024 നമുക്ക് ഓട്ടോ ട്രേഡറിൽ കയറി നോക്കാം. ഓട്ടോ ട്രേഡർ എന്ന് പറയുന്നത് ഇവിടുത്തെ യൂസ്ഡ് കാറിൻ്റെ ഒരു സൈറ്റാണ്. ഓട്ടോ ട്രേഡറിൽ കയറിയിട്ടത് 2024 മേഴ്സിക്കുട്ടി എന്നാണ് ML, മെഴ്സിഡസ് ബെൻസ്. ഇതാണോ? ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 17,990 നല്ല വണ്ടി കിട്ടും. പക്ഷെ അത് 87,968 മൈൽ ഓടിയിട്ടുള്ള വണ്ടിയാണത്. ഈ വണ്ടിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 8,000 മൈൽ ഓടിയിട്ടുള്ളൂ. അതിൻ്റെതായ വ്യത്യാസമുണ്ട് അതിന്. ഇതല്ലാതെ 47,000 മൈല്, ഇതൊരു 13,000 മൈല്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പയർ ചെയ്യുക, നമുക്ക് പറ്റിയ വണ്ടികളാണോ നോക്കുക. പറ്റിയ വണ്ടികളാണെങ്കിൽ അങ്ങോട്ട് എടുക്കുക. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച എന്തായാലും ഉറപ്പായിട്ട് അടുത്തൊരു വണ്ടിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ ആഴ്ച കുറച്ച് വർക്ക് ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ അടുത്ത ആഴ്ച അടുത്തൊരു വണ്ടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വ്യൂ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വണ്ടി പ്രാന്ത് അല്ലെങ്കിൽ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം ഉള്ള പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരോടൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരോടൊക്കെ ഭയങ്കര അധികം നന്ദിയുണ്ട്.
അതുപോലെ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയും. ഇപ്പം ഇത് തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് പേരായിട്ട് ചോദിക്കുന്നത്, നീ എവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നതെന്നൊന്ന് പറഞ്ഞിട്. അല്ലെങ്കിൽ പിന്നെ നാട്ടിലുള്ള വണ്ടികൾ ഇത് ചെയ്തൂടെ. അപ്പം നാട്ടിലുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും നമുക്ക് ഇവിടെ ഇല്ല. നമ്മുടെ ഇപ്പോൾ സ്വിഫ്റ്റ് ഒക്കെ ഉണ്ട്, എന്നാലും വ്യത്യാസമുണ്ടല്ലോ മോഡലുകൾക്കൊക്കെ. അപ്പോൾ മാക്സിമം ഞാൻ ഔഡി S3 ചെയ്തു. ഔഡി S3 കുറേ പേര് പറഞ്ഞു എടാ ഇത് നാട്ടിലില്ലല്ലോ. പിന്നെ അതുപോലെ ഇപ്പം കഴിഞ്ഞ ഔഡി TTയുടെ ഞാൻ ചെയ്ത മോഡൽ ഇല്ലാന്ന് തോന്നുന്നു നാട്ടിൽ. എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മളിപ്പോൾ UK ബേസ്ഡ് ആയതുകൊണ്ട് ഇവിടെ ഉള്ള വണ്ടികളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ഏതെങ്കിലുമൊക്കെ എടുത്ത് ഇതുപോലെ റീബിൽഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കീപ്പ് ഓൺ സപ്പോർട്ടിങ്. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും എൻ്റെ ഒരു ഊർജ്ജം, എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.